നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗ്യോക്കറസ് ഓർ സെസ്കോ, ആളുകളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ആരെ സൈൻ ചെയ്യണം, ഗ്യോക്കറസിനെ സൈൻ ചെയ്യണോ, സെസ്കോനെ സൈൻ ചെയ്യണോ, ആരാണ് ബെറ്റർ, നമ്മുടെ സിസ്റ്റത്തിന് ആര് സ്യൂട്ട് ആവും, എന്തുകൊണ്ട് ഗ്യോക്കറസ് ബെറ്റർ ആവുന്നു, എന്തുകൊണ്ട് സെസ്കോ ബെറ്റർ ആവുന്നു. സോ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് പ്ലേയേഴ്സിന്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാനായിട്ട് പോവാണ്. സോ ഫൈനലി നിങ്ങൾ തന്നെ ഒരു വെർഡിക്റ്റ് എടുക്കുക. അതുപോലെ തന്നെ പേഴ്സണലി ഞാൻ എൻ്റെ ഒരു വെർഡിക്റ്റും പറയുന്നുണ്ട്. സോ ഞാൻ സ്റ്റാറ്റ്സോ, അതായത് ഷോർട്സ് പെർ ഗെയിം അത് ഇത് അങ്ങനെ അനലൈസ് ചെയ്ത് ഇപ്പം വേണം FB റഫിൻ്റെയോ അല്ലെങ്കിൽ ഫുഡ് മോബിലോ കയറി ഓരോ സ്റ്റാറ്റ്സ് എടുത്തിട്ട് നമുക്ക് ചുമ്മാ സ്ക്രീൻഷോട്ട് ഇട്ട് അങ്ങ് പറഞ്ഞു പോകും. അങ്ങനെയല്ല, ഞാൻ ഫൈനൽ വെർഡിക്റ്റ് ആണ് പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു ഫൈനൽ നിഗമനം എല്ലാ സ്റ്റാറ്റ്സും പിന്നെ ആ രണ്ട് പ്ലേയേഴ്സിൻ്റെയും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ചുകൊണ്ട് ഒരു ഫൈനൽ വെർഡിക്റ്റ്, അല്ലാതെ സ്റ്റാറ്റ്സ് വെച്ച് കമ്പാരിസണോ മറ്റേലോട്ടോ ഒന്നും കിടക്കുന്നില്ല. സോ നമ്മൾ നേരെ ഗ്യോക്കറസിൽ നിന്ന് തുടങ്ങാം. ഗ്യോക്കറസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പോർട്ടിംഗ് ലിസ്ബണിൽ കളിക്കുന്ന പ്ലെയറാണ്, പോർച്ചുഗീസ് ലീഗിൽ കളിക്കുന്ന പ്ലെയറാണ്. കമ്പയർഡ് ടു ബുണ്ടസ് ലീഗ കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള റാങ്കിങ്സിൽ താഴെ കിടക്കുന്ന ലീഗാണ്. അറ്റ് പോർച്ചുഗീസ് ലീഗിൽ കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കാനായിട്ടാണ് സ്പോർട്ടിങ്ങിന് വേണ്ടി മറ്റുമൊക്കെ ആയിട്ട് ഓൾ കോമ്പറ്റീഷൻ 54ഓളം ഗോൾ നേടി ഗോൾഡൻ ബൂട്ടിൽ ടോപ്പ് 3 ഫിനിഷ് ചെയ്ത പ്ലെയറാണ്. സോ വിത്തൗട്ട് എ ഡൗട്ട് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഹ്യൂജ് പൊട്ടൻഷ്യൽ മാത്രമല്ല, പ്രൈമിൽ എത്തി നിൽക്കുന്ന പ്ലെയർ ആണ്. മാർക്ക് ദ പോയിന്റ്, പ്രൈമിൽ എത്തി നിൽക്കുന്ന പ്ലെയർ ആണ്. സോ ആൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? 100% പറ്റും. ഇമ്പ്രൂവ്മെന്റ്സ് പോസിബിൾ ആണ്. ഫുട്ബോളിൽ നമ്മൾ പറയാറുണ്ട് ഓരോ ഏജിലും പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ 40-ാം വയസ്സിലും പുള്ളിയുടെ ഗെയിം അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റത്തിനനുസരിച്ച് പുള്ളിയുടെ ഇതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ ഗ്യോക്കറസിന്റെ ഏജ് നിങ്ങൾ ഓർക്കുക, 27 ആണ്, വിച്ച് ഈസ് ഹിസ് പ്രൈം. പ്രോബബ്ലി പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് 5 ഇയേഴ്സ് ആയിരിക്കും ഇനിയും പോകാനായിട്ട് പോകുന്നത്. പുള്ളിയുടെ ബിഗ്ഗസ്റ്റ്, അതായത് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും അടുത്ത 5 വർഷം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അത് നമ്മൾ ഗ്യോക്കറസിന്റെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ആൻഡ് 54 ഗോളാണ് ഗ്യോക്കറസ് ഓൾ കോമ്പറ്റീഷൻ സ്പോർട്ടിങ്ങിന് വേണ്ടി അടിച്ചത്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ആളുടെ സ്ട്രെങ്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഹീ ഈസ് എന്നാ പറയുക, കണ്ണിങ് പ്ലെയർ. അത്യാവശ്യത്തിനധികം ബുദ്ധിയുള്ള പ്ലെയർ തന്നെയാണ്. സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എക്സ്പേർട്ടാണ്. പുള്ളിയുടെ സ്ട്രെങ്ത് എന്താണ്? ഹീസ് എ റണ്ണർ. നമ്മൾ നോക്കാനായിട്ടാണ് പുള്ളി റണ്ണറാണ്. നിങ്ങൾ ഗ്യോക്കറസിന്റെ കളി കാണാൻ മനസ്സിലാവും പുള്ളി ഒരു പ്രോപ്പർ റണ്ണറാണ്. റണ്ണർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിപ്പം ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സൈഡ് ആണെങ്കിൽ ഗ്യോക്കറസ് ഈസ് ദ മാൻ. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻസും മറ്റുമൊക്കെ നമ്മൾ ഫുട്ബോളിംഗ് മോഡേൺ വേൾഡിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ്, മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ട്രാൻസിഷൻ, അല്ല ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻ. അത് നമ്മുടെ ഈ എന്താ പറയുക എക്സ്പെർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ. സോ നിങ്ങൾ ഔട്ട് ഓഫ് നത്തിങ്, ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ലിവർപൂളിൽ നമ്മളത് കാണാറുണ്ട്. ലിവർപൂൾ പ്ലേയേഴ്സ് കോൺസ്റ്റന്റ്ലി ബോൾ കിട്ടിയ റൺ ചെയ്യും. എവറി പ്ലേയർ സ്റ്റാർട്സ് ടു റൺ. അവരൊരു ട്രാൻസിഷൻ, ആർട്ടിഫിഷ്യൽ ട്രാൻസിഷനും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു ലിവർപൂളിന്റെ ഒരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനത്തെ കോൺസ്റ്റന്റ്ലി പ്ലേസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഗ്യോക്കറസ് ഈസ് ഗോയിങ് ടു റൺ, സ്പേസസിലോട്ട് റൺ നടത്തിക്കൊണ്ടേയിരിക്കാൻ. ഹീസ് ദ മാൻ. ആൻഡ് പുള്ളി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗീസ് ലീഗിന്റെ ഒരു കാര്യം പറയാണ്. പോർച്ചുഗീസ് ലീഗിൽ അത്യാവശ്യം ഫിസിക്കലായ ഡിഫൻഡേഴ്സ് ഉണ്ട്, ഡിമോണ്ടയും മറ്റുമൊക്കെ ഉണ്ട്. അവരെല്ലാം മെയിനായിട്ട് പുള്ളിയുടെ ടീമിൽ തന്നെയാണ് കളിക്കുന്നത്. കൂടാതെ ഒപ്പോസിഷൻ ടീംസിലുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രീമിയർ ലീഗ്, എല്ലാ ടീംസിലും ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഗ്യോക്കറസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പൊതുവെ പുള്ളിയുടെ ഹൈലൈറ്റ്സ് പാക്കേജ് എടുത്ത് നോക്കുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ ബെൻഫിക്ക, പോർട്ടോ ഒഴികെയുള്ള ടീംസിനെ അഗേൻസ്റ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും ഗ്യോക്കറസ് ഒരു ബിൽട്ടാണ്. അവരുടെ ഒരു ബിൽട്ടാണ്. പുള്ളി അവിടുത്തെ ഒരു ഫിസിക്കൽ മോൺസ്റ്റർ പോലെ നമുക്ക് തോന്നും മറ്റ് പ്ലേയേഴ്സിൻ്റെ. പക്ഷേ പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോഴേക്കും ഗ്യോക്കറസിന് ആ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ പോകത്തില്ല. പുള്ളിയുടെ ഹോൾഡ് പ്ലേ, എസ്പെഷ്യലി ഡിഫൻഡേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. പുള്ളി ഹോൾഡ് ചെയ്ത് പുള്ളിയുടെ ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുന്നത്. പുള്ളി പ്രീമിയർ ലീഗ് കളിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് ബ്രൈറ്റണിൽ, നല്ല രീതിയിലല്ല പോയത്. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ആളിപ്പോൾ അഡാപ്റ്റ് ചെയ്ത്, അന്നത്തെ ആളല്ല ഇപ്പം. പക്ഷേ പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോഴേക്കും ദ വാൻ ഡൈക്സ് ഓഫ് ദിസ് വേൾഡ്, സലീബ, കൊണാട്ടെ, അത് മാത്രമല്ല നിങ്ങൾ ചെറിയ ടീമുകളിലോട്ടോ ഈ ടോപ്പ് ടീംസിനേക്കാളും ഫിസിക്കൽ. ഇപ്പോൾ ഉദാഹരണം നോക്കാനായിട്ടാണ് നിങ്ങൾ എവർട്ടൺ അഗേൻസ്റ്റ് ഉള്ള മാച്ച്, പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഫിസിക്കൽ എന്താ പറയുക ഡിഫൻസീവ് ലൈനുള്ള ഒരു സൈഡാണ് എവർട്ടൺ, മിഡ്ഫീൽഡ് ലൈനുള്ള ഒരു സൈഡാണ് എവർട്ടൺ. കൂടാതെ എല്ലാ ടീംസിലും നമ്മൾ നോക്കാനായിട്ടാണ് ഫിസിക്കൽ മോൺസ്റ്റേഴ്സ് ഉണ്ട് പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ. സോ ഗ്യോക്കറസിന്റെ ആ എസ്പെഷ്യലി ഡിഫൻഡേഴ്സിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി, അഥവാ പുള്ളിയുടെ ഫിസിക്കൽ പ്ലേ ഇവിടെ നടക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നാമതുണ്ട്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയാനായിട്ടാണെങ്കിൽ അഗെയിൻസ്റ്റ് ആർസണൽ, പുള്ളി പോർച്ചുഗീസ് ലീഗ് നമ്മൾ നോക്കുമ്പോഴേക്കും 2-3 ഡിഫൻഡേഴ്സിനൊക്കെ പുള്ളി ഡ്രാഗ് ചെയ്യുന്ന, നമ്മൾ മെയിൻലി 2 സെൻട്രൽ ബാക്സിനെയൊക്കെ ഡ്രാഗ് ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ സലീബയ്ക്ക് അഗേൻസ്റ്റ് പുള്ളി 1-on-1 ബാറ്റിൽസിൽ ഈസിലി സലീബ, അതായത് ഗബ്രിയേലും സലീബേനെയും പുള്ളി 1-2 സിറ്റുവേഷൻസിൽ പുള്ളിയുടെ
ഔട്ട് സ്കോർ ചെയ്യുന്നത് പുള്ളി ഓവർകം ചെയ്ത് നമ്മൾ കണ്ടു. പക്ഷേ മെജോറിറ്റി ടൈമിലും അവർ ഈസിലി സലീബ മാത്രം വെച്ചുകൊണ്ട് ആർസണൽ ഗ്യോക്കറസിനെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ ഫിസിക്കൽ ഗെയിം ഇൻ പ്രീമിയർ ലീഗ് ഈസ് എ ഡിഫറെൻറ്റ് ഗ്രേവി. അതൊരു ഫാക്റ്റാണ്, നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ആൻഡ് ഗ്യോക്കറസ് 54 ഗോളാണ് സ്കോർ ചെയ്തത്. 54 ഗോൾസിൽ ഒരേ ഒരു ഹെഡർ ഗോളെ ഗ്യോക്കറസ് കഴിഞ്ഞ സീസൺ സ്കോർ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളുടെ ടീം എസ്പെഷ്യലി ആർസണലാണ് ഗ്യോക്കറസും സെസ്കോയും ഏറ്റവും കൂടുതൽ ലിങ്ക്സ് ആണ്. അതുപോലെ മാൻ യുണൈറ്റഡ് കാണുന്നുണ്ട്. ബട്ട് നമ്മൾ ആർസണലിന്റെ എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ആർസണലിൽ നമുക്കറിയാം ദേ നീഡ് സംവൺ ഹൂ ഈസ് റിയലി ഗുഡ് ഇൻസൈഡ് ദ ബോക്സ്. ധാരാളം ക്രോസുകൾ വരും. ആൻഡ് ആർസണൽ സെറ്റ് പീസ് ആർസണലിന്റെ ബിഗസ്റ്റ് ത്രെറ്റ് ആണ്. ആൻഡ് റയ നമ്മൾ കണ്ടതാണ് ആ സീസൺ വെൻഡോൺ ഡയറക്റ്റ് ഗോൾ കിക്സ് ലോങ് എടുക്കുന്നത് നമ്മൾ കണ്ടു. സോ ഡയറക്റ്റ് ഗോൾ കിക്സ് ലോങ് എടുക്കുമ്പോൾ ഇഫ് യു വാണ്ട് സംവൺ ടു റൺ ഇൻ ബിഹൈൻഡ് ഗ്യോക്കറസ് ഈസ് ദ മാൻ. മനസ്സിലാക്കിയോ? ഞാൻ ഫൈനൽ വെർഡിക്റ്റ് പറയാനാണ്, ഇഫ് യു വാണ്ട് സംവൺ ടു റൺ ഇൻ ബിഹൈൻഡ് ആ ഒരു ഗോൾ കിക്സ് എടുക്കുമ്പോൾ പുറകിലോട്ട് റൺ ചെയ്യുന്ന ഒരു പ്ലെയർ, അതാണ് പറഞ്ഞത്. ട്രാൻസിഷൻ ബിൽഡപ്പ് ഫേസിൽ പ്രോപ്പറായിട്ട് പോകുന്ന സൈഡ് ആണെങ്കിൽ യു നീഡ് റണ്ണേഴ്സ് ബിഹൈൻഡ്. സോ അങ്ങനത്തെ ഫേസിൽ ഗ്യോക്കറസ് ക്യാൻ ബി ഗുഡ്. അതേ സമയത്ത് ലോങ് ബോൾ ഇടുവാണ്, നിങ്ങൾക്കൊരു ടോൾ ഫിസിക്കൽ സ്ട്രൈക്കർ ബോൾ ഹോൾഡ് ചെയ്യണം, ഏരിയലി ബോൾ വിൻ ചെയ്യണം. ഏരിയൽ വിന്നിങ് അബിലിറ്റി ഓഫ് ഗ്യോക്കറസ് റിയലി പോറാണ്. ഒന്ന് ഏരിയലി ബോൾ വിൻ ചെയ്യണം, ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ബോൾസ് നമ്മുടെ സ്ട്രൈക്കർ വിൻ ചെയ്യണം. ഗ്യോക്കറസ് ഈസ് നോട്ട് ദ മാൻ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേ സമയത്ത് ഞാൻ ഈ പറഞ്ഞല്ലോ, ഇപ്പം ലിവർപൂളൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് ലിവർപൂളിന്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അഡാപ്റ്റ് ചെയ്താലും പുള്ളി ഫിസിക്കലി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും മെയിൻലി ചോദിക്കുന്നത്. സോ എന്തുകൊണ്ട് ഈവൻ ദോ ഗ്യോക്കറസ് ഇപ്പം ഇങ്ങനെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ധാരാളം ക്ലബ്ബുകൾ ചാടി വീഴാത്തതിൻ്റെ പ്രയോറിറ്റി കൊടുക്കാത്തതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഇതൊക്കെ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ പുള്ളി 27 വയസ്സുകാരനാണ്. ഞാൻ ആ ഫൈനലായിട്ടുള്ള ഇപ്പോൾ സെസ്കോയുടെ ഒരു കമ്പാരിസൺ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ വെർഡിക്റ്റിലോട്ട് ഞാൻ കമ്പാരിസൺ ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ പാക്കേജിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പം സെസ്കോയുടെ കാര്യത്തിലോട്ടൊന്ന് കിടക്കാനായിട്ട് പോവാണ്. സോ ഈ ഗ്യോക്കറസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് ഈ ഒരു ട്രാൻസിഷൻ സൈഡിൽ റണ്ണിങ് ഇൻ ബിഹൈൻഡ് അതിലൊക്കെ സൂപ്പറാന്ന് പറഞ്ഞിട്ട്. സോ ഗ്യോക്കറസിൻ്റെ ഒരു കാര്യം കൂടെ എടുത്തു. ഇപ്പോൾ ഗ്യോക്കറസുമായിട്ട് നമുക്ക് വേണമെങ്കിൽ എർലിംഗ് ഹാലൻഡ് കമ്പാരിസൺ നിങ്ങളിപ്പം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യോക്കറസിന് ഗെയിം ഇപ്പം പ്രീമിയർ ലീഗ് വന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഇപ്പം ആർസണൽ ഗ്യോക്കറസിനെ സൈൻ ചെയ്തു, ആർസണൽ ഗ്യോക്കറസിന് വേണ്ടി സിസ്റ്റം മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. നമ്മൾ സിറ്റി ഹാലൻഡിന് വേണ്ടി പെപ്പ് സിസ്റ്റം മാറ്റുന്നതും അത് വർക്കാവുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു സിസ്റ്റം പുള്ളിയുടെ സ്റ്റൈലിലോട്ട് മാറ്റേണ്ട ആവശ്യം വരും, ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലോട്ട് ഗ്യോക്കറസിലോട്ട് വരുമ്പോൾ. അല്ല, അതിന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വെൻ KDB ആൻഡ് ഫോഡൻ അവരുടെ ബെസ്റ്റ് കളിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഓഫ് എർലിംഗ് ഹാലൻഡ് കണ്ടിട്ടുള്ളത്. സോ KDB കുറച്ച് വലിയുമ്പോൾ ഹാലൻഡും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത് തന്നെയാണ് ഗ്യോക്കറസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹീ നീഡ് റണ്ണേഴ്സ്. പുള്ളിക്ക് ടീമിന് ചുറ്റും ക്രിയേറ്റീവായിട്ട് സ്പേസസ് ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കുന്ന റണ്ണേഴ്സ് അഥവാ പ്ലേയിങ് അബിലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് പുള്ളിയോടൊപ്പം വേണം. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സോ മേ ബി ഓഡിഗാർഡ്, സാക്ക അവരോടൊപ്പം മേ ബി സുബിമെൻഡി വരുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ പ്രൊഫൈൽ ഇപ്പോൾ ആർസണലാണ് ഗ്യോക്കറസിനെ സൈൻ ചെയ്യുന്നതെങ്കിൽ യെസ് അവരുടെ ബെസ്റ്റ് വേർഷൻ ഓഫ് ക്രിയേറ്റീവ് പ്ലേയും കൂടെ വേണം സപ്പോർട്ടിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗ്യോക്കറസിന്. സോ ഹോൾഡ് പ്ലേ ആണെങ്കിലും ഇപ്പം വിങ്ങേഴ്സിനെ കൊണ്ട് ക്രോസ് ഇടുക, ബോക്സിൽ ഒരു ത്രെട്ടായിട്ട് നിൽക്കുക. എസ്പെഷ്യലി ആർസണൽ അഗൈൻസ്റ്റ് ടീമുകൾ ലോ ബ്ലോക്ക് സെറ്റ് ചെയ്യും, മെജോറിറ്റി ടീമുകൾ ലോ ബ്ലോക്ക് സെറ്റ് ചെയ്യും. സോ അപ്പം ഗ്യോക്കറസ് ഒരു ത്രെട്ടാണോ എന്നൊരു ക്വസ്റ്റ്യനും നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. സോ അവിടെ സെസ്കോയിലോട്ട് പോകാനായിട്ടാണ്. സെസ്കോക്ക് 22 വയസ്സാണ്. 21 ഗോളും 6 അസിസ്റ്റുമാണ് ആൾ ലൈപ്സിഗിന് വേണ്ടി കഴിഞ്ഞ സീസൺ സ്കോർ ചെയ്തത് ഓൾ കോമ്പറ്റീഷൻ. ആൻഡ് ലൈപ്സിഗ് ഹാഡ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് സീസൺ. 7th ആണ് അവർ ഫിനിഷ് ചെയ്തത്. ഔട്ട്പുട്ട് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ആണ്. 21 ഗോളും 6 അസിസ്റ്റ് ഓൾ കോമ്പറ്റീഷൻ. സെസ്കോ പോലത്തെ ഇത്ര ഹൈ പ്രൊഫൈൽ പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ വലിയ ഔട്ട്പുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഈ സെസ്കോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇപ്പം സെസ്കോ ഇപ്പോൾ ആർസണലിനും വേണ്ടത് സെസ്കോനെയാണ്. ബാർസലോണ ഇപ്പം ഫ്ലിക്കിനും താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്രൊഫൈലായിരുന്നു സെസ്കോ എന്ന് കേട്ടു. ബട്ട് ഫൈനാൻഷ്യലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് ബാർസ ബാക്ക് ഡൗൺ ചെയ്തു. കൂടാതെ മറ്റ് പല ഇപ്പം ഗ്യോക്കറസിനേക്കാളും ഡിമാൻഡ് സെസ്കോയ്ക്കുണ്ട്. ഏജ് പ്രൊഫൈൽ ഒരു കാര്യം, അതിനോട് ഞാൻ ലാസ്റ്റ് വരാം. അതിനേക്കാളും മുമ്പ് സെസ്കോയുടെ ഒരു കാര്യം എന്താണെന്നറിയോ, സെസ്കോ ഈസ് സംവൺ വിത്ത് സം ഹ്യൂജ് പൊട്ടൻഷ്യൽ. ഈ സെസ്കോ ഒരു ക്ലബിലോട്ട് നീങ്ങിയിട്ട് കയ്യിൽ നിന്ന് പോയാൽ മറ്റൊരു എർലിംഗ് ഹാലൻഡ് സിറ്റുവേഷൻ. അതായത് എർലിംഗ് ഹാലൻഡ് ഒരു സമയത്ത് അവൈലബിൾ ആയിരുന്നു. എർലിംഗ് ഹാലൻഡിന് വേണ്ടി ഉള്ള ക്ലബ്ബുകളെല്ലാം രംഗത്തുണ്ടായിരുന്നു അല്ലേ, മിക്ക ക്ലബ്ബുകളും രംഗത്ത്. പുള്ളി സിറ്റി സെലക്ട് ചെയ്തു. സിറ്റി അത്യാവശ്യം നല്ല ഫണ്ട് കൊടുത്തു തന്നെയാണ്, നല്ല സാലറിയും കൊടുത്താണ്, പുള്ളിനെ ഏജന്റ് കമ്മീഷനൊക്കെ കൊടുത്താണ് സിറ്റി കൊണ്ടുവന്നത്. സോ സിറ്റിയുടെ കയ്യിൽ ഹാലൻഡ് എത്തി. അതൊരു ബിഗ് റിസ്ക് മൂവ് തന്നെയായിരുന്നു. ഹാലൻഡ് അല്ലാന്ന് പറയുന്നില്ല, വന്നു സക്സസ്ഫുൾ ആയി. ഇനി ഹാലൻഡിനെ കിട്ടുമോ? ഇല്ല. ഇനി ഹാലൻഡിനെ കിട്ടണമെങ്കിൽ സിറ്റി വിചാരിക്കണം, അല്ലെ ഹാലൻഡ് കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്തു, അല്ലെ സിറ്റിയിൽ വർഷങ്ങളോളം ഇനി ഹാലൻഡാണ് അവരുടെ സ്റ്റാർട്ടിങ് സെൻട്രൽ ഫോർവേഡ്.
സോ ഇനി ആ ഹാളൻഡ് ഡീലിലോട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് ഒരു ക്ലബിനും പറ്റത്തില്ല. ആ രീതിയിലോട്ട് സിറ്റി ഹാളൻഡിനെ ടൈ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും ഹാളൻഡിനെ അവിടെ നിർത്തുക. സോ ആ ഒരു സിറ്റുവേഷൻ സെസ്കോയിലോട്ടും, കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു 22-ാം വയസ്സിൽ സെസ്കോനെ വാങ്ങിച്ചാൽ ഇഫ് ഹി ബിക്കം സക്സസ്ഫുൾ വിത്ത് ഹിസ് മെട്രിക്സ്, പുള്ളിയുടെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ അടുത്ത 10 വർഷത്തേക്ക് മിനിമം ക്ലബിന്റെ ഗ്യാരണ്ടീഡ് സെന്റർ ഫോർവേഡ് ആണ്. പുള്ളി ഇഞ്ചുറീസ് ഒന്നും വന്നില്ലെങ്കിൽ, കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളി നെക്സ്റ്റ് ബിഗ് മൂവ് ഏത് ക്ലബിലോട്ട് നടത്തി അവിടെ സക്സസ് ആയ പിന്നെ അവനെ വിടാൻ പോകുന്നില്ല. അമ്മാതിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. സോ സെസ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മളൊരു ലബോറട്ടറിയിൽ ഒരു സ്ട്രൈക്കറിന് വേണ്ട എല്ലാ ചേരുവകളും കൊടുത്ത് അങ്ങോട്ട് ലാബിൽ അങ്ങോട്ട് ഇറക്കി വിട്ടു. ലാബിൽ നമ്മളെല്ലാം സംഭവങ്ങളും അവൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഫീൽഡിൽ ഇറങ്ങി പെർഫോം ചെയ്യേണ്ടവരാണ്, അവൻ അതിനുള്ള എല്ലാ അബിലിറ്റിയും ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഇപ്പം ഉദാഹരണമായിട്ടാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബോഡിയിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു എക്സ്പീരിമെൻറ്റ് നമ്മൾ കണ്ടു. എല്ലാം കയറ്റി, എല്ലാ പവറും കയറ്റിയാണ് ആളെ ഇറക്കിയത്. പക്ഷേ ഫീൽഡിൽ ഇറങ്ങി ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ്, ക്രിസ് എവൻസിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അവിടെ ആ പെർഫോം ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഡ്യൂട്ടിയാണ്. അത് പുള്ളിയുടെ പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും. പക്ഷേ എല്ലാ അബിലിറ്റിയും പുള്ളിയുടെ ഉള്ളിലുണ്ട്. ആ സെയിം സംഭവം നമുക്ക് സെസ്കോയിൽ പറയാം. ഹീ 6'5", ഏരിയലി സോ ഗുഡ്, സോ ക്വിക്ക്, ഭയങ്കര ക്വിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വിക്കാണ്. സോ അതാണ് ജോക്കർസും പുള്ളി നമ്മളുടെ വ്യത്യാസം. ഹീസ് ക്വിക്ക് ആൻഡ് ഏരിയലി ഗുഡ്. സോ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫിസിക്കൽ പ്ലെയർ അപ്പ് ഫ്രണ്ട് ആണെങ്കിൽ ഹീസ് ദ മാൻ. ഇഫ് യു നീഡ് സമൺ ഹൂ നീഡ്സ് ടു റൺ ഇൻ ബിഹൈൻഡ്, ഇപ്പം ജോക്കർസ് ചെയ്യുന്ന പോലെ റൺ ഇൻ ബിഹൈൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്, റണ്ണറിനെയാണ് വേണമെങ്കിൽ സെസ്കോ ഇസ് ദ മാൻ. ആൻഡ് സെസ്കോയുടെ ഷൂട്ടിംഗ് അബിലിറ്റി, അതായത് പുള്ളിയുടെ എല്ലാം ഷോട്ട് കൺവേർഷൻ അടിപൊളിയാണെന്നല്ല പറയുന്നത്, ബട്ട് ഷോട്ടിന്റെ പവറും വെൻ ഇറ്റ് ഗെറ്റ്സ് റൈറ്റ് ബുള്ളറ്റാണ്. ബുള്ളറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ട്രെയിനാണ്. അതിലും വേറൊരു സാധനമാണ്. നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കാണുവാണെങ്കിൽ കാണാം, അന്യായമാണ്. സോ ഇതെല്ലാം ഉണ്ട്. ഹെഡിങ് അബിലിറ്റി ഉണ്ട്, സ്പീഡുണ്ട്, ഫിസിക്കാലിറ്റി ഉണ്ട്, ഏജ് കറക്റ്റാണ്, ആൻഡ് ഷൂട്ടിംഗ് അബിലിറ്റിയും അന്യായമാണ്. പക്ഷേ ഈ എല്ലാ ഐറ്റംസും കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കൺസിസ്റ്റന്റ് ആക്കി എടുക്കാനായിട്ട് ഒരു കോച്ചിന് സാധിച്ചാൽ ഹി ഈസ് ദ മാൻ എന്ന് നമ്മൾ പറയാം. അതാണ് സെസ്കോനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. യോക്കറസിനേക്കാളും കൂടുതൽ സെസ്കോയ്ക്ക് കൊടുക്കാൻ പലരും റെഡി ആകുന്നതും അതുകൊണ്ടാണ്. സോ സെസ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സെയിം സംഭവം, നമുക്ക് സെസ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു ബിഗസ്റ്റ് ഡ്രോബാക്ക് എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇപ്പോൾ ആർസണലുമായിട്ടാണല്ലോ സെസ്കോ ഏറ്റവും കൂടുതൽ ലിങ്ക്ഡ് ആയിരിക്കുന്നത്. സോ നമ്മൾ ആർസണലിലോട്ട് വരുമ്പോഴേക്കും മേ ബി ഏറ്റവും റാസ്മസ് ഹോയിലിൻ്റെ സിറ്റുവേഷൻ പറയാം. റാസ്മസ് ഹോയിലിൻ്റെയും യുണൈറ്റഡിലോട്ട് മാറുന്ന സമയത്ത് പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരുന്നു റാസ്മസ് ഹോയിലിൻ്റെ. അവസാനം പുള്ളി യുണൈറ്റഡ് തിരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷേ യുണൈറ്റഡിൽ വന്നപ്പം അവിടുത്തെ സ്റ്റാർട്ടിംഗ് സെൻട്രൽ ഫോർവേഡായിട്ടാണ് പുള്ളി വരുന്നത്. പുള്ളിക്ക് മേൽ പ്രഷറുണ്ട്, മീഡിയ അറ്റൻഷൻ ഭയങ്കരമാണ്. കാരണം വന്ന ഉടനെ പെർഫോം ചെയ്യണം. റാസ്മസ് ഹോയിലൻഡും സെസ്കോയുടെ സെയിം ഏജ് പ്രൊഫൈലാണ്. ഈ സെക്കൻഡ് സീസൺ ആണ്. ഫസ്റ്റ് സീസൺ റാസ്മസ് ഹോയിലൻഡ് കുഴപ്പമില്ല കളിച്ചു, ബട്ട് ലാസ്റ്റ് സീസൺ റാസ്മസ് ഹോയിലൻഡ് വാസ് സോ പുവർ. ആൻഡ് മീഡിയ എടുത്തിട്ട് റാസ്മസ് ഹോയിലൻഡ് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലോട്ട് കഴിഞ്ഞ സീസൺ മുദ്രവെത്തി. ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് റാസ്മസ് ഹോയിലൻഡ് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലോട്ട് വന്നു. റാസ്മസ് ഹോയിലൻഡ് ഈസ് ഓൺലി 22-23, ഈ സെയിം ഏജ് പ്രൊഫൈലാണ്. ഈസ് റിയലി ആൻഡ് ഫസ്റ്റ് സീസൺ ആയിട്ട് യുണൈറ്റഡ് വാസ് ഗുഡ്. പക്ഷെ നമ്മൾ കണ്ടു ഒരു മോശം സീസൺ വന്നപ്പോഴേക്കും റാസ്മസ് ഹോയിലൻഡിനെ എല്ലാവരും മരിച്ചു കീറുന്ന കണ്ടു. സോ സെസ്കോയ്ക്കും ആ ഒരു പോസിബിലിറ്റി വരാം. അപ്പോൾ ആർസണൽ വന്നാൽ ഹീസ് ഗോയിങ് ടു ബി ദ സ്റ്റാർട്ടിംഗ് സെൻട്രൽ ഫോർവേഡ്, ഗ്യാരണ്ടീഡ് ആയിട്ട് സ്റ്റാർട്ടിങ്. ആൻഡ് പ്രഷർ ഭയങ്കരമായിരിക്കും. അത്യാവശ്യം നല്ല പൈസയ്ക്ക് ആയിരിക്കും ആൾ വരാൻ പോകുന്നത്. ആൻഡ് മീഡിയ അറ്റൻഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. സെസ്കോ ആർസണലിൻ്റെ സെൻട്രൽ ഫോർവേഡ്. ഇപ്പോൾ ആർസണലിൽ പുള്ളി ബാക്കപ്പായിട്ടോ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ടോ പറ്റുമെന്നാലും വരുന്ന ആളൊപ്പട്ടോ വന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ വരുന്നത്. സോ പ്രഷർ, മീഡിയ അറ്റൻഷൻ. ആർസണലിന് വേണ്ടി ഒരു സ്ട്രൈക്കർ വന്ന് ഇത്ര പൈസ ഇറക്കി. മിക്കേൽ ആർട്ടറ്റയുടെ ഫൈനൽ മിസ്സിംഗ് പീസ്. പ്രഷർ കാണും. അഥവാ പുള്ളി 1-2 സീസൺ എടുക്കും ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ. അതിനുള്ള ഏജ് പ്രൊഫൈലാണ്. പക്ഷെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം പുള്ളിക്ക് കിട്ടത്തില്ല. സോ വന്നു ക്യാൻ ഹി പെർഫോം? ആ മീഡിയ അറ്റൻഷൻ പ്രഷർ താങ്ങാൻ പറ്റൂ എന്നുള്ളതാണ് ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി ത്രൈവ് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ ഗ്യോക്കറസ് മേ ബി ഏബിൾ ടു ഹാൻഡ് ദോസ് പ്രഷർ. ഗ്യോക്കറസ് നമ്മൾ പറഞ്ഞാൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. സെസ്കോ അതേ സമയത്ത് ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ ധാരാളം പറ്റും. സോ സെസ്കോയും ഗ്യോക്കറസും എന്താണ് ക്ലബ്ബുകളെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു കാര്യം. സോ ലെറ്റ്സ് സേ അർട്ടേറ്റ, നമ്മൾ ആർസണലിന്റെ എക്സാമ്പിൾ വെച്ച് പറയാനാണ് എളുപ്പമാണ്. അർട്ടേറ്റ സെസ്കോനെ വാങ്ങിക്കുന്നു, ഗ്യോക്കറസിനെ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. ഗ്യോക്കറസ് വരുമ്പോഴേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിയുടെ സ്റ്റൈലിലോട്ട് മേ ബി അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. സെസ്കോയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് സ്റ്റൈലും പുള്ളിനെ വെച്ച് കളിപ്പിക്കാൻ പറ്റും. പോട്ടെ, അത് ആ ഒരു സംഭവം വിട്ടു. ഗ്യോക്കറസിന് 27 വയസ്സായി. ഓക്കെ, അർട്ടേറ്റ 3 വർഷം കഴിഞ്ഞ് സാക്ഡായി. ഗ്യോക്കറസ് അപ്പം 30-31 കടന്നു. ഗ്യോക്കറസ് നമുക്കറിയാം ഒരു പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്രൊഫൈലുണ്ട്. വേറൊരു കോച്ച് വന്നിട്ട് ഡിഫറെൻറ്റ് ഡൈനാമിക്സ് കളിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ്. ഗ്യോക്കറസിനെ എനിക്ക് വേണ്ട, ഗ്യോക്കറസ് അല്ല എനിക്ക് വേണ്ട ഒരു സ്റ്റൈൽ, പുള്ളിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു വെർഡിക്റ്റ് വരുവാണ്. സോ ഗ്യോക്കറസ് 30+ ആയി.
ഓൾറെഡി 70 മില്യണോളം ഗ്യോക്കറസിൽ നിങ്ങൾ മുടക്കി. സോ ഗ്യോക്കറസിനെ മാറ്റേണ്ട ഒരു ആവശ്യം വരും. അതേ സമയത്ത് സെസ്കോയിലോട്ട് വരുമ്പോൾ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഡിഫറെൻറ്റ് കോച്ച് വന്നാലും അഡാപ്റ്റ് ചെയ്യാൻ ഫുള്ളി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ എളുപ്പമുള്ള ഒരു പ്രൊഫൈലാണ്. രണ്ട് ഒരു 3 വർഷം കഴിഞ്ഞാലും ഹി വിൽ ബി ഓൺലി 25. വീണ്ടും മാർക്കറ്റിൽ പുള്ളിനെ റീസെയിൽ ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മേ ബി ഇപ്പം മുടക്കിയ ഇപ്പം സക്സസ് ആയില്ലെങ്കിൽ ഇപ്പം മുടക്കിയ പൈസ കിട്ടുമെന്നല്ല, ബട്ട് സ്റ്റിൽ ക്ലബ്ബുകൾ ഒരു 31 വയസ്സുകാരനെ പുറകെ പോകുമോ 25 വയസ്സുകാരനെ പുറകെ പോകുമോ? സിമ്പിൾ ആൻസർ 25 വയസ്സുകാരനായിരിക്കും ഡിമാൻഡ്. അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. സോ അഡാപ്റ്റബിലിറ്റി ആൻഡ് പ്രീമിയർ ലീഗ് ഫിസിക്കാലിറ്റി ഇതെല്ലാം കൂടെ നോക്കുമ്പോഴേക്കും സെസ്കോയിലോട്ട ക്ലബ്ബുകൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് ഗ്യോക്കറസ് ഓർ സെസ്കോ ആരെ സൈൻ ചെയ്താലും രണ്ടുപേർക്കും അപ്സും ഉണ്ട് ഡൗൺസും ഉണ്ട്. സോ ഞാൻ ഫുള്ള് കണ്ടതിൽ നിന്നുള്ള എൻ്റെ ഒരു വെർഡിക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എടുക്കുക. നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് എടുത്ത് FBrefലോ അല്ലെങ്കിൽ ഫുട്മോബിലോ ഡേറ്റ MBയിലോ എവിടെ വേണമെങ്കിലും കയറി നമുക്ക് സ്റ്റാറ്റ്സ് എടുത്ത് കമ്പയർ ചെയ്യാം. ചുമ്മാ സ്റ്റാറ്റ്സ് എടുത്ത് കമ്പയർ ചെയ്ത് നമുക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ കിട്ടും. ഞാൻ കമ്പയർ ചെയ്തതിൽ നിന്നും വീഡിയോസ് കണ്ടതിൽ നിന്നുള്ള എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് ഔട്ട്പുട്ടായിട്ടാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റ്സ് ആയിട്ടൊന്നും എടുത്ത് റെപ്രസെൻറ്റ് ചെയ്ത് വെറുതെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഫൈനൽ വെർഡിക്റ്റ്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.